നിങ്ങൾ ഇൻ്റർനെറ്റിൽ പൂച്ചയാണ് നായ്ക്കളേക്കാൾ നല്ല പെറ്റ് എന്തുകൊണ്ട് എന്ന് സെർച്ച് ചെയ്യുക. പൂച്ചയാണ് നായ്ക്കളേക്കാൾ നല്ല പെറ്റ് എന്തുകൊണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സെർച്ച് റിസൾട്ടുകളും പൂച്ചകൾ നായ്ക്കളേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും കിട്ടുക. എന്നാൽ നിങ്ങൾ ഇതേ ഇൻ്റർനെറ്റിൽ നായയാണ് പൂച്ചയേക്കാൾ നല്ല പെറ്റ് എന്തുകൊണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറുകളെല്ലാം എന്തുകൊണ്ട് നായ നല്ല പെറ്റായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിരിക്കുകയാണ് പൂച്ചയാണോ നായയാണോ നല്ല പെറ്റ് എന്നല്ല നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചോദിച്ചാൽ പൂച്ചയുടെ ഗുണങ്ങൾ ഇതൊക്കെയാണ്, നായയുടെ ഗുണങ്ങൾ ഇതൊക്കെയാണെന്ന് മാത്രമേ പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണെന്ന് മാത്രമേ പറഞ്ഞു തരുള്ളൂ. എന്നാൽ നിങ്ങൾ ഓൾറെഡി പൂച്ചയാണ് നായ്ക്കളേക്കാൾ നല്ല പെറ്റ് വൈ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഈ ലോകത്തിലെ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ മാത്രമല്ല, നമ്മുടെ ചുറ്റും നിന്നും കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും ഒന്നുകിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതിന് അനുകൂലമായതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതിന് പ്രതികൂലമായതോ ആയിരിക്കും. അപ്പോൾ പൊതുവെ നമ്മളുടെ മനസ്സ് നമ്മൾ ഓൾറെഡി വിചാരിച്ചു വെച്ചിരിക്കുന്ന വിചാരങ്ങൾക്ക് അനുകൂലമായ വിചാരങ്ങൾ ഇനിയും വർദ്ധിപ്പിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള എവിഡൻസുകളാണ് തിരയുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി ഒരു കാര്യം വിചാരിച്ച് മനസ്സിൽ കൊണ്ട് നടക്കുന്നു, എന്നിട്ട് അതിന് എവിഡൻസ് തേടുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എവിഡൻസുകൾ കിട്ടാൻ തുടങ്ങും. എവിഡൻസ് ആയിരിക്കണം എന്നില്ല, അത് ഫേക്ക് എവിഡൻസും ആവാം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി 90 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, ആരോഗ്യ ദൃഢഗാത്രനായ വ്യക്തിയാണ്. നാട്ടിലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ട്, വയ്യാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ 90 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അപ്പോൾ ആളുകൾ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. അത് പഴയ കഞ്ഞിയുടെ പവറാണ്, അല്ലെങ്കിൽ അത് പണ്ടത്തെ അധ്വാനത്തിൻ്റെ പവറാണ്, അല്ലെങ്കിൽ പണ്ടത്തെ മനുഷ്യർക്കൊക്കെ ഇങ്ങനെയാണ്, നല്ല ആയുസ്സുണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, ഇങ്ങനെയാണ്. ഒരു കാലം വരെ ഞാനും അതങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. എന്നാൽ ഒരു കാലത്തൊരു ചോദ്യം വന്നു, എന്തുകൊണ്ട് ഈ 90 വയസ്സായ വ്യക്തിയുടെ പ്രായത്തിൽ നമ്മുടെ നാട്ടിൽ ഇയാൾ മാത്രമാണോ ഉണ്ടാവാൻ സാധ്യത? അതായത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം മാത്രമാണോ ജനിച്ചിട്ടുള്ളത്? അല്ലല്ലോ. മിനിമം ഒരു 100 പേരെങ്കിലും ആ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ജനിച്ച ആൾക്കാർ 90 വയസ്സിൻ്റെ മേലെയുള്ള ആൾക്കാരുണ്ടാവേണ്ടതല്ലേ? എന്നാൽ എൻ്റെ നാട്ടിൽ ഈ 90 വയസ്സിൻ്റെ മേലെയുള്ള ആളുകൾ അത്രയൊന്നുമില്ല, ആകെ 3-4 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അകാലത്തിൽ മരിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ. ഒന്നുകിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യം കേടുവന്ന് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു 80 വയസ്സിൽ 70 വയസ്സിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അതായത് കാലത്തിൻ്റെ ഒഴുക്കിൽ എല്ലാവരെയും കാലം കൊന്നുകളയും. ആ കൂട്ടത്തിൽ മരിച്ചു പോകാതെ ഒരാളവിടെ ആരോഗ്യത്തോടെ അവശേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആളെയാണ് നമ്മൾ കാണുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഉള്ളിലൊരു വിചാരം ഉണ്ടാവുകയാണ്, പഴയ കാലഘട്ടത്തിലുള്ള മനുഷ്യരൊക്കെ ആരോഗ്യമുള്ളവരാണ് എന്നൊരു വിചാരം ഉണ്ടാവുകയാണ്. അതല്ല വാസ്തവത്തിൽ അവിടെ സത്യം. പഴയ കാലത്തിലെ ജനിച്ച മനുഷ്യരിലെ ആരോഗ്യമുള്ള ഒരാളാണ് ഇപ്പോൾ അവശേഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. അതാണ് സത്യം. ആ കൂട്ടത്തിലെ ആരോഗ്യമുള്ള ഒരാൾ ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവരെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ആരോഗ്യമുള്ളവരൊക്കെ പണ്ട് കാലത്തുള്ളവരാണ്, ഇപ്പോൾ ഉള്ളവർക്ക് ആരോഗ്യമില്ല എന്ന റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പണ്ടുള്ളവർക്ക് ആയുസ് കൂടുതലാണ്, പണ്ടുള്ളവർക്ക് ആരോഗ്യം കൂടുതലാണ്, ഇതൊക്കെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും മനുഷ്യൻ്റെ ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയൊക്കെ പണ്ടുള്ളവർ നമ്മളുടെ അത്ര ആരോഗ്യവാന്മാരായിരുന്നില്ല, പണ്ടുള്ളവർ നമ്മളുടെ അത്ര ആയുസ്സുള്ളവരായിരുന്നില്ല. 20 വയസ്സും 40 വയസ്സൊക്കെ മനുഷ്യൻ്റെ ആവറേജ് ആയുസ് പണ്ടത്തേക്ക്. അത്ര പെട്ടെന്ന് മരിച്ചു പോണ മനുഷ്യരായിരുന്നു. നമ്മൾ പണ്ട് കാലത്തെ കോട്ടകളും പല നിർമ്മിതികളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കോട്ട, നമ്മളെ നാട്ടിലുള്ള ഏതോ രാജാവ് പണി കഴിപ്പിച്ച കോട്ട അങ്ങനെ നിൽക്കുകയാണ്, ഗംഭീരമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവും, എന്താല്ലേ പണ്ടത്തെയൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഒരു പവർ, സിമൻറ്റും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് പോലും എന്തോ ഉറപ്പാണ്, എത്ര ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതിങ്ങനെ നിൽക്കുന്നു. ചില ടെക്നോളജികൾ, പണ്ടത്തെ ടെക്നോളജികൾ ഇന്നുള്ളവർക്ക് അറിയില്ല എന്നുള്ളതൊക്കെ ഒരു സത്യം തന്നെ കേട്ടോ. പക്ഷേ എല്ലാ കാര്യത്തിലും അത് അങ്ങനെയല്ല. വാസ്തവത്തിൽ പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കിയ ആയിരക്കണക്കിന് കോട്ടകളിൽ ഒരു 3-4 നമ്മളിപ്പോൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബാക്കി 900-ൻ്റെ മേലെ വരുന്ന കോട്ടകളൊക്കെ എവിടെ പോയി? ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഏതാനും കോട്ടകൾ, അതായത് കാലത്തെ സർവൈവ് ചെയ്തിട്ട് നിന്നിട്ടുള്ള ചില കോട്ടകളെ നമ്മൾ കണ്ടിട്ട് പറയുകയാണ്, ചില കൊട്ടാരങ്ങളെയും കോട്ടകളെയൊക്കെ കണ്ടിട്ട് നമ്മൾ പറയുകയാണ് പണ്ടത്തെ മനുഷ്യൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നോളജി ഭയങ്കര ഹൈ ആയിരുന്നു, പവർഫുള്ളായിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന ഏതോ ചില കാര്യങ്ങളെ നമ്മൾ ഉദാഹരണമായി എടുത്തിട്ട്
ടോട്ടലി അതങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ നമ്മുടെ പോക്കറ്റിൽ നിന്നും ഒരു ഹിന്ദിക്കാരൻ പോക്കറ്റ് അടിച്ചു എന്ന് വിചാരിച്ചോ. അതിനുശേഷം നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു ചിന്ത വരും, ഹിന്ദിക്കാർ കള്ളന്മാരാണ്, അവർ മോഷ്ടിക്കും. അപ്പോൾ എവിടെ ഹിന്ദിക്കാരെ കണ്ടാലും ഇത് കള്ളന്മാരാണ് എന്ന ചിന്ത വരുന്നുണ്ടെങ്കിൽ ഇത് കൺഫർമേഷൻ ബയാസാണ്. ഹിന്ദിക്കാർ മോഷ്ടിക്കുന്നല്ല, മനുഷ്യൻ മോഷ്ടിക്കുന്നുള്ളതാണ് സത്യം. ഏത് മനുഷ്യനും മോഷ്ടിക്കും. ഹിന്ദിക്കാർ മാത്രമാണോ മോഷ്ടിക്കുക? എന്താ മലയാളികൾ മോഷ്ടിക്കില്ലേ? എല്ലാ കൂട്ടത്തിലും മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കുണ്ടായതൊരു ഹിന്ദിക്കാരൻ്റെ ഭാഗത്തുനിന്നുള്ള അനുഭവം ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഹിന്ദിക്കാരെയൊക്കെ മോഷ്ടാക്കളായിട്ട് കാണും. നമ്മളപ്പോൾ മലയാളികളൊക്കെ ഭയങ്കര പവർഫുള്ളാണ്, മാസാണെന്നൊക്കെ പറയും. പക്ഷേ ഇതേ മലയാളികളും മോഷ്ടിക്കുന്നവരുണ്ടാവും. അത് നമുക്ക് അനുഭവമില്ലാത്തതുകൊണ്ടാണ്.